കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ചേർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ദൈവീക കരുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. നാം ആയിരുന്ന ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും വിശ്വസ്തയോടെ നമ്മളെ കരുതിയ ദൈവകൃപയ്ക്കായി നമുക്ക് ചേർന്ന് ഈ സന്ധ്യയെങ്കിൽ സ്തോത്രം ചെയ്യാം. ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് ദൈവവചനത്തിൽ നിന്ന് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനത്തിനായിട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം അല്പമായി ചിന്തിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുക. യാക്കോബിൻ്റെ ലേഖനം നാം വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് നാവിൻ്റെ ഉപയോഗവും അതിൻ്റെ ദുരുപയോഗവും. ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യ 12 വാക്യങ്ങൾ നാവിനെക്കുറിച്ച് വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ 12 വാക്യങ്ങളും നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. അവിടെ പറയുകയാണ്, ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗത വേണം, പറയുവാൻ താമസം വേണം, കോപത്തിനും താമസമുള്ളവനായിരിക്കണമെന്ന് അപ്പോസ്തലനായ യാക്കോബ് നമ്മളെ ഈ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, വാസ്തവമായി നാം ഈ ദൈവവചന ചിന്ത പങ്കുവയ്ക്കപ്പെടുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പരാജയം വന്ന് ഭവിക്കുവാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാവിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഈ നാവിൻ്റെ ഉപയോഗം നാം ശരിയായ നിലയിൽ ദൈവവചന പ്രകാരം അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് ദോഷത്തിന് ഹേതുവാകുമെന്ന് ദൈവവചനം വളരെ ശക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പോലും അവരുടെ നാവ് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് അല്ല, അസ്ഥാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടം നമുക്ക് തോന്നാറുണ്ട്. ദൈവമക്കളെ, ദൈവവചനം വളരെ വ്യക്തവും ആഴവുമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. നമ്മുടെ നാവ് തന്നെ നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകും, അത് നമുക്ക് ശാപത്തിനും ഹേതുവായി തീരും. അതിയായ വേദനകൾ നമുക്ക് നാവിലൂടെ ഉപയോഗിക്കുന്ന വാക്കുകൾ നിമിത്തം അതിയായ വേദനകൾ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു, ആത്മീയ ഗോളങ്ങൾ ശിഥിലമാകുന്നു. ഇങ്ങനെ വിവിധ നിലകളിലാണ് നാവ് കൊണ്ട് വരുന്നതായ വിപത്തുകൾ സമൂഹത്തിൽ വന്ന് ഭവിക്കുന്നത്. അനുഗ്രഹം പോലെ തന്നെ വിപത്തുകളും വന്ന് സംഭവിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവുമുള്ളവനായിരിക്കണമെന്നാണ്. അതിൻ്റെ 1:26 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിനെ കടിഞ്ഞാനിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രയെന്ന. ഒരു മനുഷ്യന് അവൻ തൻ്റെ നാവിന് ഒരു നിലയിലുള്ള കടിഞ്ഞാനിടുന്നില്ല, ഇടാതെ അവൻ തൻ്റെ നാവിന് കടിഞ്ഞിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട്, നാവിന് കടിഞ്ഞാനിടുന്നില്ലെങ്കിൽ അവൻ തൻ്റെ ഹൃദയത്തെ വഞ്ചിക്കുന്നുവെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്നത്. വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനാണെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന് നമ്മൾ അങ്ങ് അഭിനയിക്കുകയാണ്. പക്ഷേ നാവിന് യാതൊരു കടിഞ്ഞാണുമില്ല, നിയന്ത്രണമില്ല. അത് കുഞ്ഞുങ്ങളോടായാലും കുടുംബ ബന്ധത്തിൽ പരസ്പരമുള്ള സംസാരത്തിലായാലും പൊതുവിലുള്ള സംസാരത്തിലായാലും ആത്മീയ കോളത്തിലായാലും ഔദ്യോഗിക മേഖലകളിൽ എവിടെയായിരുന്നാലും നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ വ്യക്തവും ശക്തവുമായി ദൈവവചനത്തിൽ നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരികയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പഴയകാല ഡോക്ടർമാർ രോഗനിർണയം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പഴയകാല ഡോക്ടർമാരൊക്കെ രോഗനിർണയം ചെയ്തുകൊണ്ടിരുന്നത് രോഗിയുടെ നാവ് അവർ പരിശോധിക്കുമായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യേണ്ടത് നമ്മുടെ നാവ് പരിശോധിക്കുകയായിരുന്നു. എന്നാൽ അപ്പോസ്തലനായ യാക്കോബ് ഇവിടെ കാണുന്നത് അതുപോലെയാണ്. ഒരുവൻ്റെ ആത്മീക ആരോഗ്യം മനസ്സിലാക്കുവാൻ അവൻ്റെ സംഭാഷണത്തെ യാക്കോബ് പരിശോധിക്കുകയാണ്. ഒരുവൻ്റെ ആത്മീയ ആരോഗ്യം എങ്ങനെയിരിക്കുന്നുവെന്ന് അത്
അപ്പോസ്തലനായ യാക്കോബ് പരിശോധിക്കുകയാണ്. ആത്മീയ സംഭാഷണത്തിലൂടെ അവൻ്റെ ആത്മീയ ആരോഗ്യത്തിൻ്റെ നിലവാരം മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് യാക്കോബ് അപ്പോസ്തലൻ നമുക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, നമുക്ക് സ്വയമേ വിലയിരുത്തുവാൻ കഴിയും നമ്മുടെ ആത്മീയ ആരോഗ്യം എങ്ങനെയിരിക്കുന്നുവെന്ന്. നമ്മുടെ തുടർന്നുള്ള ചിന്തകളിൽ നമുക്കത് വളരെ വ്യക്തവും ശക്തവുമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ നാവ് അത് പാപത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാക്കുകളായി തീരരുത്. കൃപയോടുകൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണമെന്ന തിരുവചനം നമ്മളെ നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന് തിരുവചനം നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരികയാണ്. കൃപയുള്ളതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം, മറ്റുള്ളവർക്ക് ആത്മീക വർധനയ്ക്ക് കാരണമായി തീരണം. സ്തോത്രം. നമുക്ക് അതിനെ ദൈവകരങ്ങളൊന്ന് ഏൽപ്പിച്ചുകൊണ്ട് വളരെ താഴ്മയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തണുപ്പിക്കുവാനുള്ള ശക്തി തണ്ണീരിനുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആ തണ്ണീരിനുള്ള ശക്തി പോലെ തന്നെയാണ് നല്ല വാക്കിന് വലിയ കോപത്തെ ശമിപ്പിക്കുവാൻ കഴിയും, വലിയ കലഹത്തെ ശമിപ്പിക്കുവാൻ ശാന്തമായ വാക്കുകൾക്ക് കഴിയും എന്ന് നമ്മുടെ അനുഭവ പാഠം കൊണ്ട് നമുക്കറിയാവുന്നതാണ്. നന്മ, നല്ല ചിന്ത, നല്ല കർമ്മങ്ങൾ, നല്ല വാക്ക് എന്നിവയില്ലാത്ത ജീവിതം ചന്ദ്രനും താരകങ്ങളും ഇല്ലാത്ത ആകാശം പോലെയാണെന്നാണ് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാ? നന്മയില്ലാത്ത, നല്ല ചിന്തയില്ലാത്ത, നല്ല കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാത്ത, നല്ല വാക്ക് ഉച്ചരിക്കുവാൻ കഴിയാത്ത ഒരു ജീവിതമാണ് നമുക്കുള്ളത് എങ്കിൽ അത് ചന്ദ്രനോ താരകങ്ങളോ ഇല്ലാത്ത ആകാശം പോലെ ഇരിക്കുമെന്ന്. ഒരു കൂരിരുട്ട് നിറഞ്ഞ രാത്രിയിൽ ചന്ദ്രനും താരകങ്ങളും ഇല്ലാത്ത ആകാശത്തേക്ക് നിങ്ങളൊന്ന് നോക്കുക. അന്ധകാരപൂർണമായി കൂരിരുട്ട് വ്യാപരിച്ച ആ മണ്ഡലത്തേക്ക് നോക്കുവാൻ പോലും നമുക്ക് ഭയവും താല്പര്യമില്ലായ്മയും കാണുവാൻ കഴിയും. എന്നാൽ ദൈവമക്കളെ, ഇതൊക്കെ ഉള്ളതായ ആ അന്തരീക്ഷം, ഇതൊക്കെ ഉള്ളതായ ആകാശമണ്ഡലം എത്ര ശോഭിതമാണ്, എത്ര മനോഹരമാണ്, എത്ര ഇമ്പകരമാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ മനോഹരമായില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ച വരുമെന്ന് അപ്പോസ്തലൻ നമ്മളെ ഈ തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ, യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ ഇങ്ങനെ സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതെ ഇരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു എന്ന് നമ്മളിവിടെ കാണുകയാണ്. അതായത് ദൈവവചന പ്രഘോഷണത്തിനായി നാവിനെ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പാകെയുള്ള ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. ദൈവവചന പ്രഘോഷണം അത് മറ്റുള്ളവർക്ക് ബുദ്ധി ഉപദേശിക്കുവാൻ ദൈവവചന പ്രഘോഷണം നടത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ്റെ വാക്കുകൾക്ക് വളരെ വിലയുണ്ട്, വളരെ വിലപ്പെട്ടതാണ് ആ വാക്കുകൾ. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടുകൂടെ വേണം. നിങ്ങളിൽ അധികം പേര് ഉപദേഷ്ടാക്കന്മാരാകരുത് എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ശക്തമായ ഉൾപ്രേരണ, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ഇല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരാകരുതെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആർക്കും ഏത് വിധേനയും എടുത്ത് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ഒന്നല്ല ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് അതിൻ്റെതായ നിർണയമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രേരണയാൽ അനേക വിശുദ്ധന്മാർ പല കാലാകാലങ്ങളായി ദൈവത്തിൻ്റെ ആത്മനിയോഗത്താൽ എഴുതപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനം ഏത് നിലയെ എടുത്ത് ഉപയോഗിക്കുവാൻ എല്ലാവർക്കും കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് നിങ്ങളിൽ അധികം പേര് ഉപദേഷ്ടാക്കന്മാരായിരിക്കരുത്. നാവിനെ കടിഞ്ഞിടുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് മുതിരരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ വളരെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതിന് വളരെ ഗൗരവമുണ്ട് എന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ 3:2 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ അങ്ങനെ വായിക്കുന്നത്, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാലും ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണ പൂർത്തിയുള്ള പുരുഷനാണെന്ന് നമ്മളവിടെ വായിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കവിടെ കാണുവാൻ കഴിയുന്ന നാവിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന പക്ഷം നമുക്ക് വാക്കുകൾ കൊണ്ടുള്ള പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനായിട്ട് കഴിയും. അതാണ്, വാക്കുകളെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നാവുകൊണ്ട് ചെയ്യുവാൻ സാധ്യതയുള്ള പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ഒരു ദൈവഭക്തന് കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വ്യക്തികൾ അവർ തന്നെത്താൻ നിയന്ത്രണമുള്ള വ്യക്തികളായിരിക്കും എന്ന് നമ്മൾ ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. നാവിനെ നിയന്ത്രിക്കുവാൻ കഴിയാത്തവൻ ജീവിതത്തിൻ്റെ മറ്റെല്ലാ വശങ്ങളിലും ഒരു നിയന്ത്രണവും ഉള്ളവനായിരിക്കുകയില്ല. എന്നാൽ നാവിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവനാണെങ്കിൽ സകലത്തിലും നിയന്ത്രണം പ്രാപിച്ചതായ സൽഗുണപൂർത്തിയുള്ളതായ
ഒരു മനുഷ്യനായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മളെ കേൾക്കുന്നതായ ഈ ദൈവത്തിൻ്റെ നല്ല വചനം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും പണിയപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. നമ്മൾ തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, നല്ല വാക്കുകൾ, അത് നേരുള്ള വാക്ക് എത്ര ബലമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നേരുള്ള വാക്ക് എത്ര ബലം. ഇയ്യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. നേരുള്ള വാക്ക് എത്ര ബലമാണെന്ന ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മുടെ വാക്കുകൾ നേരുള്ളതായിരിക്കണം, വാക്കുകൾ ചൊവ്വുള്ളതായിരിക്കണമെന്ന് ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തക്ക സമയത്ത് പറയുന്ന വാക്ക് അത് മനോഹരമാണെന്ന് സദൃശവാക്യങ്ങളുടെ പുസ്തകം 15-23 പറയുന്നുണ്ട്. തക്ക സമയത്ത് പറയുന്ന വാക്ക് അത് മനോഹരമായ വാക്കായിരിക്കണം നമ്മുടെ വാക്കുകൾ. ഹല്ലേലൂയ. ഇമ്പമുള്ള വാക്കാണ് തേൻകട്ടയാകുന്നു, ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നുവെന്ന് സദൃശവാക്യം 16-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മുടെ വാക്കുകൾ ലാവണ്യമുള്ള വാക്കുകളായിരിക്കണമെന്ന് സഭാപ്രസംഗി 10-12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത്, മൂഢന്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും. മൂഢന്റെ അധരങ്ങൾ അവനെ തന്നെ നശിപ്പിക്കും. അവൻ്റെ വായിലെ വാക്കുകളുടെ ആരംഭം ഭോഷത്വവും അവൻ്റെ സംസാരത്തിൻ്റെ അവസാനം വല്ലാത്ത ഭ്രാന്തം തന്നെ. ഭോഷൻ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നുവെന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. ഭോഷൻ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ജ്ഞാനിയുടെ വാക്കോ അത് വളരെ ലാവണ്യമുള്ള വാക്കുകളാണ്. ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിത മേഖലകളിലൊക്കെ നമ്മുടെ വാക്കുകൾ വളരെ ലാവണ്യമുള്ളതായ വാക്കുകളായി തീരണം. യാക്കോബിന്റെ ലേഖനം നമ്മളിവിടെ കാണുവാൻ കഴിയുന്ന മറ്റു ചില ചിന്തകൾ കൂടെ ദൈവമക്കളുമായി വളരെ വേഗത്തിൽ പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുക. നാവിനെ സംബന്ധിച്ചുള്ള 5 കാര്യങ്ങളാണ് അപ്പോസ്തലനായ യാക്കോബ് നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതിൻ്റെ 3-3 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, നാവിനെ ഒരു കടിഞ്ഞാണിനോട് ഉപമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നാവിനെ സംബന്ധിച്ച് 5 കാര്യങ്ങൾ അപ്പോസ്തലൻ വിവരിക്കുമ്പോൾ ആദ്യം പറയുന്നത് നാവിനെ ഒരു കടിഞ്ഞാണിനോട് ഉപമിക്കുക. അതായത് കുതിരയുടെ വായോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ലോഹ കൊളുത്ത്, ആ കൊളുത്ത് അതിൻ്റെ തലവരെ ബന്ധിച്ചിരിക്കുന്നതായ ഒരു പ്രത്യേക നിലയിലുള്ളതായ ആ സംവിധാനത്തിൽ അത് ബന്ധിച്ചിരിക്കുകയാണ്. ഈ ലോഹ കൊളുത്തിനെ ഒരുവനെ നിയന്ത്രിക്കുവാൻ സാധിക്കും എന്ന് നമുക്കറിയാം. കുതിരയുടെ ശക്തി നമുക്കറിയാം. ഹല്ലേലൂയ. ഹോഴ്സ് പവറിലാണ് നമ്മുടെ മോട്ടറിൻ്റെയൊക്കെ പവറിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെയൊക്കെ ശക്തി നിയന്ത്രിക്കുന്ന ഹോഴ്സ് പവറിലാണ്. ഒരു കുതിര ശക്തി എന്നാണ് നമ്മൾ പറയുന്നത്. അത്രമാത്രം ശക്തിയുള്ളതായ, മനുഷ്യനെ നിയന്ത്രിക്കുവാൻ കഴിയാത്തതായ ഒരു മൃഗമാണ് കുതിര. അതിനെ നിയന്ത്രിക്കുവാൻ നിസ്സാരമായ ഈ കടിഞ്ഞാണുകൊണ്ട് ഒരു മനുഷ്യന് കഴിയുന്നു. ഹല്ലേലൂയ. കുതിരയേക്കാൾ എത്രയോ കുറഞ്ഞ ശക്തിയുള്ള ഒരു വ്യക്തിത്വമാണ് മനുഷ്യനെന്ന് പറയുന്നത്. ആ മനുഷ്യന് അതിൻ്റെ കടിഞ്ഞാണുകൊണ്ട് കുതിരയെ നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിയുമെന്ന നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതേ ദൈവമക്കളെ, അതുപോലെയാണ് നാവിന് ജീവിതത്തെ ഒന്നുകിൽ നന്മയ്ക്ക് അല്ലെങ്കിൽ തിന്മയ്ക്ക് അത് നിയന്ത്രിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മളെ ഒന്ന് പരിശോധിക്കണം, നമ്മുടെ നാവ് നന്മയ്ക്ക് വേണ്ടിയാണോ തിന്മയ്ക്ക് വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് എന്ന്. ഹല്ലേലൂയ. അതിനെ കടിഞ്ഞാണിനോട് ഉപമിക്കുകയാണ്. ഒരു കടിഞ്ഞാണ്, ശരീരത്തിൻ്റെ കടിഞ്ഞാണാണ്, ജീവിതത്തിൻ്റെ കടിഞ്ഞാണാണ് നാവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആ നാവിനെ നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുന്നത് അതിനെ ചുക്കാനോട് ഉപമിച്ചിരിക്കും നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. കപ്പലിനോട് ഉപമിക്കുമ്പോൾ ചുക്കാൻ അതിൽ തന്നെ വളരെ ചെറുതാണെന്ന് നമുക്കറിയാം. ഒരു കപ്പലിനോട് താരതമ്യം ചെയ്ത് ചുക്കാനെ നമ്മൾ നോക്കുക, കപ്പലിനെ നിയന്ത്രിക്കുന്ന ചുക്കാൻ അത് എത്രയോ ചെറുതാണ് എന്ന് നമുക്കറിയാം, അല്ലേ? ഒരു കപ്പലിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഞാൻ വായിക്കുവാനിടയായത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. 83,673 ടണ്ണ് ഒരു കപ്പലിന് ഭാരം. ആ കപ്പലിൻ്റെ ഈ പറയുന്ന ചുക്കാൻ്റെ ഭാരം എന്ന് പറയുന്നത് കേവലം 140 ടണ്ണ് മാത്രമേ ഉള്ളെന്നാണ്. അപ്പോൾ എത്രയോ ചെറിയതാണ് ഈ ചുക്കാൻ എന്ന് പറയുന്നത്. കപ്പലിൻ്റെ വെയിറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ചുക്കാൻ്റെ വെയിറ്റ് എത്രയോ താരതമ്യേന കുറവാണ്. എങ്കിലും ഈ ചുക്കാൻ കൊണ്ടാണ് കപ്പലിനെ നന്നായി നിയന്ത്രിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എത്രയോ ആഴമുള്ള കടലിൻ്റെ അടിത്തട്ടിലൂടെ യാത്ര ചെയ്യുന്നതായ കപ്പലിനെ ഒരു കപ്പിത്താന് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യാത്രക്കാർക്ക് പ്രയോജനമാകുന്ന ചരക്ക് കപ്പലായൊക്കെ വിനിയോഗിക്കുവാൻ കഴിയുന്ന നിലയിൽ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് ചുക്കാൻ കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ദൈവവൈതലെ, അതുകൊണ്ട് നാവിൻ്റെ ചെറുപ്പം അല്ലെങ്കിൽ വലിപ്പക്കുറവ്
അത് ഓർത്തിട്ട് അതിൻ്റെ ശക്തിയെ നമ്മൾ തെറ്റായിട്ട് കാണരുത്. നാവ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. ഹല്ലേലൂയ. നാവിനെക്കുറിച്ച് പറയുന്നത് അത് നനവുള്ള ഒരു സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് പാപം ചെയ്യുവാൻ അധികമായി മുതിരുന്നുവെന്നാണ്. വളരെ നനവുള്ള ഒരു സ്ഥാനത്താണല്ലോ നാവ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഒരു കപ്പലിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുവാൻ കപ്പിത്താന് അതിൻ്റെ ചുക്കാൻ കൊണ്ട് സാധിക്കുന്നത് പോലെ നമ്മുടെ ആത്മമണ്ഡലങ്ങളെ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുവാൻ നമ്മളിൽ ഉള്ളതായ നാവിന് സാധ്യമായി തീരും. ഹല്ലേലൂയ. നമ്മുടെ നാവിനെ ദൈവകരങ്ങളിലൊന്ന് ഏൽപ്പിക്കാം. എവിടെയാണ് ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിൻ്റെ അടുത്ത വാക്യം നമ്മൾ കാണുന്നത്, നാവിൻ്റെ മൂന്നാമത്തെ ചിത്രം നമ്മൾ കാണുവാൻ കഴിയുന്നത് കത്തിയ ഒരു തീപ്പെട്ടിക്കൊള്ളി അശ്രദ്ധമായി എറിയുന്നതായ ഒരവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ ആ തിരുവചന ഭാഗം, നമ്മുടെ സമയക്കുറവുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് വായിക്കുവാൻ ഞാൻ മുതിരുന്നില്ല. നമ്മളവിടെ കാണുന്നുണ്ട് 3-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. കാട് കത്തിക്കുന്നുവെന്ന, ഹല്ലേലൂയ, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ എന്ന. കുറഞ്ഞ തീ എത്ര വലിയ കാടാണ് കത്തിച്ചു കളയുന്നത്. ഹല്ലേലൂയ. അതായത് വളരെ അശ്രദ്ധമായി കത്തിച്ചതായ ഒരു തീപ്പെട്ടിക്കൊള്ളി വലിച്ചെറിഞ്ഞാൽ മതി, എത്ര വലിയ കാട് കത്തും, ദേശങ്ങൾ കത്തിപ്പോകും. ഹല്ലേലൂയ. ചരിത്ര സംഭവങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നമുക്കത് കാണുവാൻ കഴിയുന്നില്ല. എത്രയോ ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. ചെറിയ തീ വലിയ കാട് കത്തിച്ചു കളഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അത് വലിയ തീപിടുത്തത്തിന് കാരണമാവും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ശരീരത്തെ മുഴുവനും മലിനപ്പെടുത്തുവാൻ നാവിന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ശരീരത്തെ മുഴുവനും മലിനപ്പെടുത്തി കളയുവാൻ നമ്മുടെ നാവിനെ കൊണ്ട് സാധ്യമായി തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ നാവ് വലിയ തീ കത്തിക്കുന്ന അനുഭവം ആയി തീർന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. പല കുടുംബ ബന്ധങ്ങളും ശിഥിലമായി പോകുന്നത് നാവിൻ്റെ ദുരുപയോഗം കൊണ്ടാണ്. ഹല്ലേലൂയ. കുടുംബത്തിൽ മാതാപിതാക്കൾ പരസ്പരമോ അല്ലെങ്കിൽ മരുമക്കളും ആ കുടുംബത്തിൽ വന്നതായ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സമീപനം കൊണ്ടോ സംസാരം കൊണ്ടോ ഒക്കെ, ഹല്ലേലൂയ, പലപ്പോഴും വലിയ കാട് കത്തിക്കുന്ന വലിയ തീയായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒന്ന് പരിശോധിച്ചു നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ യാക്കോബ് നമ്മൾക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. നിരവധി ദൈവവചന ഭാഗത്തിലൂടെ ആ വിഷയങ്ങൾ ആഴത്തിൽ നമുക്ക് ഈ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ, അടുത്തതായിട്ട് സമയം ദീർഘിപ്പിക്കാതെ അടുത്ത ആ വിഷയത്തിലേക്ക് കൂടെ ഞാൻ പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ 4-ാമത് നാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മരുക്കമില്ലാത്ത കാട്ടുമൃഗത്തിനോട് ഉപമിച്ചുകൊണ്ടാണ് പറയുന്നത്. മരുക്കമില്ലാത്ത ഒരു കാട്ടുമൃഗം. അതിൻ്റെ 3-7 നമ്മൾ വായിക്കുന്നുണ്ട്. മൃഗം, പക്ഷി, ഇടജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മെരുക്കുവാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. മൃഗം, പക്ഷി, ഇടജാതി, ജലജന്തു ഇതെല്ലാം മെരുങ്ങുന്നുണ്ട്. ഇതിനെല്ലാം മെരുക്കുവാനായിട്ട് കഴിയും. പക്ഷെ നാവിനെ മെരുക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവമക്കളെ, നമുക്കറിയാം ആന തടി പിടിക്കുവാൻ വരുന്നത്. എത്രയോ വലിയൊരു മൃഗമാണ് ആന. മനുഷ്യൻ ആനയുടെ മുമ്പിൽ ഒന്നുമല്ല. പക്ഷെ മനുഷ്യൻ അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. മനുഷ്യൻ അതിനെ മെരുക്കിയെടുക്കുന്നുണ്ട്. സിംഹത്തെ മനുഷ്യന് ഇഷ്ടമുള്ള നിലയിൽ മെരുക്കിയെടുക്കുന്നുണ്ട്. കരടിയെ, ഏത് മൃഗത്തെയും നമ്മൾ ഈ നാളുകളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത്ര സുലഭമായിട്ട് നമുക്കിതൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. ഏത് മൃഗത്തെയും മനുഷ്യൻ മെരുക്കിയെടുക്കും. ഹല്ലേലൂയ. നായ്ക്കളെ മെരുക്കിയെടുക്കും. മനുഷ്യന് പ്രയോജനമുള്ള നിലയിൽ അതിനെ ഉപയോഗിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള മൃഗങ്ങളെ നമുക്ക് മെരുക്കിയെടുക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ കാണുന്നത് മൃഗലോകത്ത് മനുഷ്യൻ കൈവരിച്ചതായ നേട്ടം സ്വന്തം നാവിനോടുള്ള ബന്ധത്തിൽ അവൻ നേടിയില്ല എന്നാണ് നമ്മൾ ഈ പഠനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. മൃഗലോകത്ത് മനുഷ്യൻ നേടിയതായ വലിയ നേട്ടങ്ങളുണ്ട്. അത് പലപ്പോഴും നമുക്ക് ഹല്ലേലൂയ നേടുവാൻ, നമ്മുടെ നാവിനെ പിടിച്ചടക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നിരവധി ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൃഗങ്ങളെ മനുഷ്യൻ ഉപയോഗിച്ചിട്ടുള്ള രീതികളെക്കുറിച്ച്. ആകയാൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, മൃഗം, പക്ഷി, ഇടജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മൾ മെരുക്കുവാൻ കഴിയാത്തത്? നമ്മൾ കീഴ്പ്പെട്ടിട്ടില്ല ഇതുവരെയും. നമ്മുടെ പഴയ മനുഷ്യൻ ഉരിഞ്ഞു പോയിട്ടില്ല. പുതിയ മനുഷ്യനെ ധരിക്കുന്നുവെങ്കിൽ ആത്മശക്തി പ്രാപിക്കും, ആത്മബലം പ്രാപിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ സ്വയപരിശ്രമം കൊണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. കണ്ണിന്റെ ഒരു നോട്ടം പോലും നിയന്ത്രിക്കുവാൻ പരാജയപ്പെട്ടു പോകും മനുഷ്യൻ. എന്നാൽ ദൈവാത്മപൂർണനായി ദൈവശക്തി, ദൈവകൃപ പ്രാപിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ആത്മപൂർണനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഹല്ലേലൂയ,
ഇതിന്മേൽ അവന് നിയന്ത്രണമുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുക. ആകയാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ നാവിനെ ശ്രദ്ധയോടെ സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ. അതിന്റെ 5-ാമത്തെ ചിന്ത ഇങ്ങനെയാണ് പറയുന്നത്: നാവ് മരണകരമായ വിഷമാണെന്ന നമ്മൾ തിരുവചനത്തിൽ കാണുന്നത്. നാവ് മരണകരമായ ഒരു വിഷമാണ്. ഹാലേലൂയ, സ്തോത്രം. അത് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഹാലേലൂയ, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവുപഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. ഹാലേലൂയ. ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. ഹാലേലൂയ. എത്ര മനോഹരമായ ഓമകളിലൂടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ഈ വചനം ഇന്നിവിടെ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ വളരെ കൃത്യമായി, വളരെ ചന്തമായി, ഉചിതമായി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഹാലേലൂയ. ഇന്ന് ഹാലേലൂയ, നമ്മുടെ നാവിനെ ദൈവകൃപയ്ക്കായി ഒന്ന് വിട്ടെടുക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കട്ടെ. നമ്മുടെ നാവ് അത് ജീവനുള്ളതായി, ജീവൻ വെപ്പിക്കുന്നതായി, ഹാലേലൂയ, ചലനമുള്ളതാക്കി തീർക്കുന്നതായി തീരട്ടെ നമ്മുടെ നാവ്. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാകിയാൽ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ എന്ന നമ്മളെ പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന എന്താ? ശാപമാണ്. ഹാലേലൂയ. നമുക്ക് തൃപ്തിയില്ലാത്തവരോട്, നമുക്ക് സ്നേഹമില്ലാത്തവരോട്, നമ്മളെ ഇന്നലകളിൽ വേദനിപ്പിച്ചവരോടുള്ള നമ്മുടെ മനോഭാവമെന്നാണ്. അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവവേദലാണ്. നിങ്ങൾ ശപിക്കുന്നവരാകരുത്, അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ കയ്പുള്ള വേര് മുളച്ചിട്ടുണ്ടെങ്കിൽ നസറേയനായ യേശുവിന്റെ നാമത്തിൽ അത് പിഴുതുപോകുവാൻ ഇന്ന് നമ്മൾ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോയത് അത് പണിയപ്പെടട്ടെ, പുനഃസ്ഥാപിക്കപ്പെടട്ടെ. ദൈവാത്മാവിന്റെ ശക്തി കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, ജീവിതങ്ങളിൽ ഇന്ന് ഈ വചന ശുശ്രൂഷയുടെ മധ്യത്തിൽ തന്നെ വ്യാപരിക്കുവാനിടയായി തീരട്ടെ. ജോലിസ്ഥാനങ്ങളിൽ നാം ഉപയോഗിക്കുന്നതായ വാക്കുകൾ അത് പ്രയോജനരഹിതമായി പോകരുത്, നന്മയില്ലാത്തതായി പോകരുത്, മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്നതായി തീരരുത്. ദൈവമക്കളെ, അങ്ങനെ നമ്മൾ തീർന്നു കഴിഞ്ഞാൽ ആ വാക്ക് നമുക്ക് തിരിച്ചു വരുവാനിടയായി തീരും. ഹാലേലൂയ. ഒരേ നിലയിൽ അനുഗ്രഹവും ശാപത്തിനും അത് ഹേതുവായി തീരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി നമുക്ക് ബുദ്ധി ഉപദേശിക്കുക. ഹാലേലൂയ. സമയത്തിന്റെ ദൈർഘ്യം മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് ഇവിടെ. ഹാലേലൂയ. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ നാവിനെ സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായി തീരട്ടെ, കൃപയോട് കൂടിയതായി തീരട്ടെ. ഹാലേലൂയ. അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആമേൻ, ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം. ഹാലേലൂയ. നേരുള്ള വാക്കുകളായി തീരട്ടെ. തക്ക സമയത്ത് പറയുന്നതായ വളരെ മനോഹരമായ, ഇമ്പമുള്ള, ഹാലേലൂയ, ലാവണ്യമുള്ള വാക്കുകളായി നമ്മുടെ വാക്കുകൾ തീരട്ടെ. നമ്മുടെ നാവിനെ ദൈവകരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതായ ആ നമ്മുടെ നാവിൻ്റെ അനുഭവം വളരെ ദൈവകൃപയോടെ ഉപയോഗിക്കുവാൻ വരും ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരേ ഉറവയിൽ നിന്ന്, ഹാലേലൂയ, ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം ഒരിക്കലും പുറപ്പെടുകയില്ല എന്ന് ലേഖന കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ അശുദ്ധമായ ഒരു നാവിൽ നിന്ന് ദൈവകൃപയുടേതൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മുടെ പ്രാർത്ഥനകൾ പ്രയോജനകരമായി തീരുകയില്ല. അങ്ങനെയുള്ള നാവിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ പ്രയോജനരഹിതമായി മാറും. അതുകൊണ്ട് ഹാലേലൂയ, നാവിന് മാനസാന്തരം വന്ന നാവിന് ശുദ്ധിയുള്ളവരായി വരും ദിവസങ്ങളിൽ അധികമായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചിന്തകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.